വി.ഡി. സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്തായാലും കളറായി മാറി എന്ന് പറയേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് ദേശീയവാദികളെ സംബന്ധിച്ച് അവർക്കും അഭിമാനം നൽകുന്ന നിമിഷങ്ങളൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായി. മറ്റൊന്നുമല്ല, നമ്മുടെ വന്ദേ മാതരം, ദേശീയ ഗീതമായ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു 2 തവണ, തുടക്കത്തിലും അവസാനവും. സസ്യശ്യാമള മാതരം വന്ദേ മാതരം. കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ ഒരു നിർദ്ദേശം, വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ആലപിക്കണമെന്നുള്ള നിർദ്ദേശം സതീശൻ സർക്കാർ ശിരസാ വഹിച്ചു എന്നുള്ളതാണ്. ഒരു ഏറ്റുമുട്ടലിന് ഗവർണറുമായി പോകാൻ തുടക്കത്തിൽ തന്നെ വി.ഡി. സതീശൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ്. കാരണം രാജ്യമാണ് വലുത്, ദേശീയതയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായിട്ട് നൽകാൻ ആ ചടങ്ങിൽ സാധിച്ചു എന്നുള്ളതാണ്. അതിനെല്ലാ ക്രെഡിറ്റും നരേന്ദ്രമോദി സർക്കാരിന് തന്നെയാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് ആ മുഴുവൻ വന്ദേ മാതരത്തിൻ്റെ ആ ഒരു രൂപവും ആലപിക്കാൻ കാരണമായത്. ഇടയ്ക്ക് കോൺഗ്രസ് സർക്കാരുകൾ അതിൽ ഒരു തിരുത്തൽ വരുത്തിയിരുന്നു. കോൺഗ്രസ് സർക്കാരുകൾ എന്ന് പറയാൻ പറ്റില്ല, ജവഹർലാൽ നെഹ്റു ഒക്കെയാണ് ആദ്യത്തെ 2 സ്റ്റാൻസ പാടിയാൽ മതി, അവസാനത്തെ 4 സ്റ്റാൻസ ദേവിയൊക്കെ സ്തുതിക്കുന്ന, ദുർഗയും ലക്ഷ്മിയൊക്കെ സ്തുതിക്കുന്ന ആ ഭാഗം വേണ്ട എന്നുള്ളൊരു തീരുമാനം പിന്നീടാണ് എടുത്തത്. സത്യത്തിൽ ഈ വന്ദേ മാതരം ഏറ്റവും കൂടുതൽ ഊർജ്ജം പകർന്നത് ദേശീയ പ്രസ്ഥാനങ്ങൾക്കാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇത്രയും അധികം ഊർജ്ജം പകർന്ന മറ്റൊരു ഗാനമുണ്ടോ എന്നുള്ളത് സംശയമാണ്. 1896 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ ഗാനം വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മനോഹരമായ വരികൾ ആദ്യമായിട്ട് ഉയർന്നു കേട്ടത് 1896 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ്. പക്ഷേ പിന്നീട് കോൺഗ്രസ് അത് മറന്ന് സ്വാഭാവികമായിട്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രഷർ കാരണം അതിൻ്റെ അവസാനത്തെ 4 സ്റ്റാൻസ ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ്. അതിപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ ഉയർന്നു കേട്ടു, അതിപ്പം വീണ്ടും കേരളത്തിലും സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ തുടക്കത്തിൽ അത് ആലപിച്ചു, വന്ദേ മാതരം ആലപിച്ചു. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി മുല്ലകുസുമിത ദ്രുമദല ശോഭിനി. അതുകൂടാതെ തന്നെ പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ബഹുമാന പുരസ്സരം വന്ദേ മാതരത്തെ, നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിച്ചു എന്നുള്ള സദസ്സിലുള്ള എല്ലാവരും ആദരിച്ചു. ഒരു കാലത്ത് ഞങ്ങൾ ഇത് പാടില്ല, വന്ദേ മാതരം ഞങ്ങൾക്ക് അലർജിയാണ്, ഒരിക്കലും വന്ദേ മാതരം ആലപിക്കാൻ പറ്റില്ല, തല പോയാലും വേണ്ടില്ല, ഞങ്ങൾ വന്ദേ മാതരം ആലപിക്കില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിന്ന് തന്നെ വന്ദേ മാതരത്തെ ആദരിച്ചു, അല്ലെങ്കിൽ ആദരവ് നൽകി നമ്മുടെ ദേശീയ ഗീതത്തിൽ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കുറച്ച് ചൊല്ലുകയും ചെയ്തു, തുടക്കത്തിലെ ഭാഗമൊക്കെ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായുള്ള മുജീബ് റഹ്മാൻ അദ്ദേഹമൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി വന്ദേ മാതരം ആലപിച്ചപ്പോൾ. സദസ്സിൽ 2 തവണയാണ് വന്ദേ മാതരം ആലപിച്ചത്. അപ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം ഇത്തരം മാറ്റങ്ങളാണ് കേരളത്തിലും വേണ്ടത്. കാരണം ദേശീയതയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പാടില്ല. ഒരു ദേശീയ ഗീതം പാടുമ്പോൾ എന്താണ് സംഭവിക്കുക, മതപരമായ താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഇല്ലാതായി മാറുക ഈ ഒരു ദേശീയ ഗീതം പാടുമ്പോൾ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും അത് ദേശീയവാദികളെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് സർക്കാർ, UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തുടക്കത്തിലും അവസാനവും വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചിരിക്കുന്നു. ഇതിലും വലിയൊരു സന്തോഷം വേറെ ഉണ്ടോ? ദശപ്രഹരണധാരിണി കമല കമലദല വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാ മമലാ അതുലാ സുജലാ സുഫലാ മാതരം വന്ദേ മാതരം. ശ്യാമള സരള സുസ്മിത ഭൂഷിത ധരണി ഭരണി മാതരം വന്ദേ മാതരം.
വന്ദേ മാതരം.